Hi students, welcome to our geography class for 8th standard students. Okay, in the last class we have discussed about the topic land. Today in this class we will discuss about topic soil. Okay, what is soil? Soil. എന്താണ് soil എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം മണ്ണ് അല്ലേ? What's the definition of soil? So, thin layer of grainy substance. Let's see the definition. Thin layer of grainy substance covering the surface of the earth. Covering the surface of the earth. Earth's surface cover ചെയ്ത് കാണപ്പെടുന്ന grainy substance ആണ് എന്ത് പറയുന്നത്? Soil എന്ന് പറയുന്നത്. Okay, അപ്പോൾ നമുക്ക് soil ന്റെ definition കൊടുക്കാം. The grainy substance or the thin layer of grainy substance covering the surface of the earth, that is soil. Clear? Then it is made up of, soil is made up of organic matter, mineral and weathered rocks. Organic matter എന്ന് പറയുമ്പോൾ അറിയാലോ എന്തൊക്കെയായിരിക്കും? plants, animals ഒക്കെ എന്താണ് അതിന്റെ എല്ലാം അവശിഷ്ടങ്ങൾ, അതായത് പ്ലാന്റ്സും ആനിമൽസും എല്ലാം ഡീകേ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതാണ് എന്ത്? ഓർഗാനിക് മാറ്റർ. ഓർഗാനിക് മാറ്റർ, മിനറൽസ് പ്ലസ് വെതേർഡ് റോക്സ്. വാട്ട് ഈസ് മീൻ ബൈ വെതേർഡ് റോക്സ്? വെതേർഡ് റോക്സ് ബ്രേക്ക് ഡൗൺ ഓർ ബ്രേക്കിംഗ് അപ്പ് ഓഫ് എന്താണ്? ബ്രേക്കിംഗ് അപ്പ് ആൻഡ് ഡീകേ ഓഫ് റോക്സ് ഓർ എക്സ്പോസ്ഡ് റോക്ക്. റോക്കിനെ എന്ത് ചെയ്യുക? ബ്രേക്ക് ചെയ്യുക, അതായത് മുറിയുക. അതായത് റോക്സ് ബ്രേക്ക് ചെയ്ത് ചെറിയ ചെറിയ അതായത് പൊടിയുക, പാറ പൊടിയുന്നതിനാണ്. അതെങ്ങനെയൊക്കെയാകാം? നാച്ചുറൽ ആയിട്ടുള്ള വഴിയാകാം, അല്ലെങ്കിൽ ഹ്യൂമൻ ആക്ടിവിറ്റി കൊണ്ടാകാം. എങ്ങനെയാണ്? അതിനാണ് ഇത് പറയുന്നത് വെതേർഡ് റോക്സ്. അപ്പോൾ വെതേർഡ് റോക്സ്, മിനറൽസ്, ഓർഗാനിക് മാറ്റർ. സോയിൽ ഈസ് മേഡ് അപ്പ് ഓഫ് ഓർഗാനിക് മാറ്റർ, മിനറൽസ് and weathered rocks. Clear? So what is soil? Soil is the grainy substance or thin layer of grainy substance covering the surface of the earth, that is soil. That's the definition of the soil. Then it is made up of organic matter, minerals and weathered rocks. What is meant by weathered rocks? Yes, breaking up or decay of exposed rock by human activities or by climate, temperature, pressure, etc. Then factors of soil formation. Soil formation, soil form ചെയ്യുന്നതാണ് അല്ലേ? അപ്പൊ സോയിൽ മണ്ണുണ്ടാകുന്നത് എങ്ങനെയാണ്? മണ്ണുണ്ടാകുന്നത് നമുക്കറിയാം, പാറ പൊടിഞ്ഞാണ് മണ്ണുണ്ടാകുന്നത് എന്നാണ് നമുക്കറിയാം അല്ലേ? വെതേർഡ് റോക്സ്. Then factors of soil formation. ഏതെല്ലാം factors, which are the factors affecting the soil formation? ഏതൊക്കെ factors ആണ് soil formation-നെ affect ചെയ്യുന്നത്? Okay. Then അതിനു മുമ്പ് let's discuss the soil profile. നമുക്ക് സോയിലിന്റെ പ്രൊഫൈൽ എന്താണ്? സോയിൽ നമ്മൾ കാണുന്ന, അതായത് നമ്മളിപ്പോ ഒരു പ്ലാന്റ് കുഴിച്ചു വെക്കുന്നു. അപ്പൊ കാണുന്ന സോയിലാണോ? അതിന് താഴേക്കുണ്ടോ? സോയിൽ കുഴിച്ചു വരുന്ന എന്തെല്ലാം? ഇതാണ് നമ്മൾ കാണുന്നത്. കണ്ടോ? ഇതാണ് ടോപ്പ് സോയിൽ എന്ന് പറയുന്നത്. ടോപ്പ് സോയിൽ കണ്ടെയ്ൻസ് ഹ്യൂമസ് ആൻഡ് വെജിറ്റേഷൻ. ദാറ്റ് ഈസ് ടോപ്പ് സോയിൽ. ഇവിടെയാണ് പ്ലാന്റ്സ് വളരുന്നതും അല്ലേ? ഇതാണ് ടോപ്പിൽ കാണുന്നത് ടോപ്പ് സോയിൽ. അതിന് തൊട്ട് താഴെ കാണപ്പെടുന്നത്, അത് നമ്മളിങ്ങനെ കുഴിച്ചു വരുമ്പോൾ അതിന് തൊട്ട് താഴെ കാണുന്നതാണ് സബ്സോയിൽ സാൻഡ്, ക്ലേ, സാൻഡ്, ഇതെല്ലാം ഇതിൽ വരുന്നത് സബ്സോയിലിനകത്ത് വരും. Then below that weathered rock is present. അതിന്റെ താഴെയാണ് weathered rocks. Weathered rocks എന്താണെന്ന് ഞാൻ പറഞ്ഞു? ബ്രേക്കിംഗ് അപ്പ് ഓർ ഡീകേ ഓഫ് എക്സ്പോസ്ഡ് റോക്കുകൾ പൊടിഞ്ഞ് വരുന്ന ഒരു ഭാഗമാണ് weathered rocks. Okay, then next ലാസ്റ്റ് ഭാഗമാണ് എന്താണ്? പേരന്റ് റോക്ക്. ഇവിടെ നിന്നാണ് ഇതിങ്ങനെ ഇതാണ് പേരന്റ് റോക്ക്. ഇതിൽ നിന്നാണ് വെതേർഡ് റോക്സ് വെതറാകുന്നത്. ഓക്കെ, ഇതാണ് സോയിലിന്റെ പ്രൊഫൈൽ. സോ ടോപ്പ് സോയിൽ,
subsoil, weathered rocks and parent rock. ഈ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ ഇതിന്റെ what are the factors? soil formation, soil form ചെയ്യുന്നത് ഏതെല്ലാം ഫാക്ടേഴ്സ് അതിൽ അഫക്റ്റ് ചെയ്യുന്നു? മേജർ ഫാക്ടേഴ്സ് ഈ രണ്ടെണ്ണമാണ്. നേച്ചർ ഓഫ് പേരന്റ് റോക്ക്, പേരന്റ് റോക്കിന്റെ ഇത് പേരന്റ് റോക്കിന്റെ നേച്ചർ, ദെൻ ക്ലൈമറ്റ് അനുസരിച്ച് സോയിൽ ഫോർമേഷൻ മാറ്റമുണ്ട്. നമുക്കറിയാം സോയില് ഒരു തരത്തിലുള്ള സോയിലല്ല നമ്മൾ കാണുന്നത്. ഇപ്പം ആലപ്പുഴ സൈഡിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വേറെ ഒരു സോയിലാണ്, നമ്മുടെ ഇവിടെയുള്ളത് മറ്റ് വേറൊരു തരത്തിലുള്ള സോയിലാണ്. അപ്പൊ അങ്ങനെ സോയിലിന്റെ ടെക്സ്ചർ വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, പിന്നെ നമുക്കറിയാം സോയിൽ എന്ന് പറയുമ്പോൾ തന്നെ പ്ലാന്റ്സ് അല്ലെ, പ്ലാന്റ്സ് വളരെ നന്നായിട്ട് വളരണം എന്നുള്ളതാണ്. അപ്പൊ അതിന് സോയിലിന് എന്തുണ്ടാകണം? ഫെർട്ടിലിറ്റി ഉണ്ടാകണം. ഓക്കെ, ഫെർട്ടിലിറ്റി ഉള്ള സോയിലാണ് നന്നായിട്ട് ഫലഭൂഷ്ടമായിട്ട് അല്ലെ, ഫലഭൂഷ്ടിയുള്ള മണ്ണ്, അതാണ് ഫെർട്ടിലിറ്റി ഉള്ള സോയിലാണ് പ്ലാന്റ്സ് നന്നായിട്ട് ഗ്രോ ചെയ്യുന്നത്. അപ്പൊ മണ്ണിൽ അല്ലെങ്കിൽ സോയിലിന്റെ ഫെർട്ടിലിറ്റി നോക്കുന്നത് എങ്ങനെയാണ്? സോയിലിന്റെ ഫെർട്ടിലിറ്റി നോക്കുന്നത് ഓർഗാനിക് മാറ്ററും മിനറൽസും അതിൽ എന്തുമാത്രം അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ഫെർട്ടിലിറ്റി ഓഫ് സോയിൽ. ക്ലിയർ? അപ്പോൾ നമ്മൾ പറഞ്ഞത് മേജർ ഫാക്ടേഴ്സ് അതൊക്കെയാണ്. നേച്ചർ ഓഫ് പേരന്റ് റോക്കിന്റെ നേച്ചർ, ദെൻ സെക്കൻഡ് വൺ ക്ലൈമറ്റ് അനുസരിച്ചിരിക്കും സോയിൽ ഫോർമേഷൻ, ദെൻ അതർ ഫാക്ടേഴ്സ്. ഇതാണ് മേജർ ഫാക്ടേഴ്സ്, നേച്ചർ ഓഫ് പേരന്റ് റോക്ക്, ദെൻ ക്ലൈമറ്റ്, ദെൻ ടോപ്പോഗ്രഫി നമുക്കറിയാം എന്താണ്? ഭൂപ്രകൃതി, അതായത് ഓരോ സ്ഥലത്തിനും ഓരോ ടെക്സ്ചർ, ഓരോ എല്ലാ സ്ഥലങ്ങളും ഒരുപോലെയല്ല അല്ലെ. അപ്പൊ ഭൂപ്രകൃതി, അപ്പം ടോപ്പോഗ്രഫി അനുസരിച്ച് മാറ്റം ഉണ്ടാകാം. ദെൻ റോൾ ഓഫ് ഓർഗാനിക് മാറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും ഏതാണ്? ഓർഗാനിക് മാറ്റർ മീൻസ് അതായത് ആ സ്ഥലത്ത് താമസിക്കുന്ന അല്ലെങ്കിൽ ഫ്ലോറ ആൻഡ് ഫോണ. ദെൻ ടൈം എങ്ങനെയാണ്? ഡിറ്റർമൈൻസ് ദ തിക്നെസ് ഓഫ് സോയിൽ പ്രൊഫൈൽ. ടൈമാണ് സോയിലിന്റെ തിക്നെസ് മെഷർ ചെയ്യുന്നത്, സോയിൽ അല്ല ടൈമാണ്. Then flora and fauna and microorganisms. Flora, plants, animals affect the rate of humus formation. അതായത് ആ സോയിൽ ഏതൊക്കെ പ്ലാന്റ്സ് ആനിമൽസ് വളരുന്നു എന്നുള്ളത് എന്താണ്? ഹ്യൂമസ് പ്രൊഡക്ഷനെ അഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പം ദീസ് ആർ ദി നേച്ചർ ഓഫ് പേരന്റ് റോക്ക്, ക്ലൈമറ്റ്, ടോപ്പോഗ്രഫി, റോൾ ഓഫ് ഓർഗാനിക് മെറ്റീരിയൽ and type. These are the factors affecting soil formation. ഇതൊക്കെയാണ് സോയിൽ ഫോർമേഷൻ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഇനി നമുക്ക് degradation of soil erosion and depletion. soil erosion എന്താണ്? മണ്ണൊലിപ്പ് അല്ലെ. soil erosion and depletion are major threat to soil as a result. സോയിലിന് ഏറ്റവും വലിയ ഭീഷണി, ഏറ്റവും വലിയ ത്രെട്ട് എന്താണ്? മണ്ണൊലിപ്പ് അല്ലെ. അപ്പൊ അതിന് എന്തെല്ലാം ഫാക്ടേഴ്സ് ആണ് സോയിൽ ഡീഗ്രഡേഷന് കാരണമാകുന്നത്? അപ്പം നമുക്കറിയാം ഹ്യൂമൻ ആക്ടിവിറ്റീസ് ആണ് ഒരു പരിധി വരെ ഈ സോയിൽ ഇറോഷൻ അല്ലെങ്കിൽ സോയിൽ ഡീഗ്രഡേഷന് കാരണമാണ്. അപ്പൊ എന്തൊക്കെയാ ഫാക്ടേഴ്സ് നോക്കാം. ഫസ്റ്റ് വൺ, ഡിഫോറസ്റ്റേഷൻ എന്താണ്? തരിശുഭൂമിയാകാം അല്ലെ. മനുഷ്യന്റെ കൈകടത്തൽ മൂലം എന്താണ്? മരങ്ങളെല്ലാം വെട്ടി നശിപ്പിച്ച് എന്താണ്? ഡിഫോറസ്റ്റേഷൻ, അതായത് മരങ്ങൾ വെട്ടി നശിപ്പിച്ച് തരിശുഭൂമിയാകും, അതാണ് ഡിഫോറസ്റ്റേഷൻ. ദെൻ ഓവർ ഗ്രേസിംഗ് എന്ന് പറഞ്ഞാൽ കന്നുകാലികൾ മേയുന്നത് അതായത് കൺട്രോൾ ചെയ്യണം, അല്ലെങ്കിൽ ഓവർ ഗ്രേസിംഗ്, കൂടുതൽ ഗ്രേസിംഗിന് വേണ്ടി ഓവർ ഗ്രേസിംഗ് ചെയ്താൽ എന്ത് സംഭവിക്കും? സോയിൽ ഡീഗ്രഡേഷൻ കാരണമാണ്. ദെൻ ഓവർ യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ്, കീടനാശിനികളുടെ ഉപയോഗം കൂടിപ്പോയാൽ അതും സോയിൽ ഡീഗ്രഡേഷന് ഒരു പരിധിവരെ കാരണമാണ്. ദെൻ റെയിൻ വാഷ് അതാണ് മണ്ണ് എന്താണ്? മണ്ണൊലിച്ചു പോകും. ഇങ്ങനെയാണ് വെള്ളം റെയിൻ വാട്ടർ കൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ വെള്ളത്തോടു കൂടി മണ്ണ് ഒലിച്ചു പോകുന്നു. ദെൻ ലാൻഡ് സ്ലൈഡ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്തതാണ് ലാൻഡ് സ്ലൈഡ്.
Landslide എന്ന് പറയുമ്പോൾ മണ്ണിടിച്ചിൽ landslide. Okay. Then last one നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് flood. Flood അറിയാലോ, വെള്ളപ്പൊക്കം അല്ലേ? വെള്ളപ്പൊക്കത്തിൽ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സോയിൽ ഡിഗ്രഡേഷൻ. സോയില് നഷ്ടമാവുക അല്ലെങ്കിൽ സോയില് ഒലിച്ചു പോവുക. അപ്പോൾ എന്ത് സംഭവിക്കും? ലാൻഡ് ഡിഗ്രഡേഷന് കാരണമാകും. ഓക്കെ, അത്രേ ഉള്ളൂ. സോയിൽ എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് ഒരു ടോപ്പിക്കും കൂടെ ഉണ്ട്. ദാറ്റ് ഈസ് ദ soil conservation methods. Okay, conservation method. So let's recall what is soil. What's the definition of soil? Thin, grainy substance covering the surface of the earth. That is the definition of the soil. Then it is made up of organic matter, minerals, and weathered rocks. What is meant by weathered rocks? Breaking up or decay of exposed rock. റോക്കുകൾ ഒടിയുക, ഇതാണ് weathered rocks. Then organic matter and minerals. Presence of organic matter and minerals affect the fertility of the soil. ഇത് രണ്ടുമാണ് മണ്ണിന്റെ fertility is ചെയ്യുന്നത്. Then move to the soil profile. ഏതാണ്? ടോപ്പിൽ കാണുന്നത് top soil which contains humus and vegetation. Then below that subsoil is present, sand and clay is present. Then below that weathered rocks. Then as I told you, weathered rocks. What is weathered rock? Then below that parent rock. Then what are the factors affecting soil formation? Which are the factors affecting soil formation? Major factors are nature of parent rock and climate. Then other factors are topography, role of organic material, type. These are the factors of soil formation. Then we have discussed about soil degradation. Soil degradation. Which are the factors affecting soil degradation? First one, deforestation. Then second one, overgrazing. Then third one, overuse of pesticides. Then rainwash, landslides, mannidicil. Then last one, floods. These are the factors affecting soil degradation. Then next topic is conservation methods for soil. Okay. On the next class, we will continue with conservation methods. Okay, thank you.